ഈ CPM-ൻ്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ 5 വർഷത്തിനിടെ 5 പേരാണ് ആത്മഹത്യ ചെയ്തത്. ഇപ്പം കഴിഞ്ഞ ദിവസവും ഒരു ആത്മഹത്യ നടന്നു. അതോടൊപ്പം നവീൻ ബാബു ഉണ്ട്, ആന്തോസ് സാജനുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ. അത്തരത്തിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ അവരെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക എന്നീ സംഭവങ്ങളാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെയും ഇത്തരത്തിലുള്ള മോഷണക്കുറ്റം വരെ ആരോപിച്ചു. അദ്ദേഹം മാനസികമായി കരുത്തുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലേക്ക്, അതായത് ഇപ്പോൾ ഈ 51 വെട്ട് എന്നതൊക്കെ മാറിക്കൊണ്ട് മാനസികമായി പീഡിപ്പിക്കുന്നൊരു തലത്തിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനെ എങ്ങനെ നോക്കിക്കാണാം? അല്ല, അത് ആ പാർട്ടി അവരുടെ പല ഘട്ടങ്ങളിലും അവരുടെ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകൾ പലപ്പോഴും തുറന്നു പറയുകയോ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണിത്. അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുതൽ പല നേതൃത്വങ്ങളിലിരുന്ന ആളുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സമ്മർദ്ദങ്ങൾ, പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുള്ള പല ഘട്ടങ്ങളിലുള്ള സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ പല സാഹചര്യങ്ങളിൽ തുറന്നു പറയുകയോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില നേതാക്കന്മാർ അവരുടെ ജീവിത കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള അഭിപ്രായം പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ തെറ്റാനുഭവങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ G. സുധാകരനെ പോലുള്ള ആളുകൾ പലപ്പോഴും അവർ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്തു നിന്ന് പോലും പലപ്പോഴും ശ്രീ V.S. അച്യുതാനന്ദൻ, അദ്ദേഹം എത്രയോ ഘട്ടങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും, ശ്രീ അച്യുതാനന്ദൻ്റെയൊക്കെ വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം പ്രത്യക്ഷത്തിൽ നേരിട്ടൊരു കാര്യം പറയുന്നതിന് പകരം പലതും വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ട് എത്രയോ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് 51 വെട്ടുവെട്ടി മരണപ്പെടുന്ന TP-യുടെ വീട്ടിലേക്ക് അച്യുതാനന്ദൻ പോകുന്ന ദിവസം പാർട്ടിയുടെ തീരുമാനത്തിനോടുള്ള ഏറ്റവും വലിയ വിരോധമോ നിഷേധമോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം നേരിട്ടൊരു അഭിപ്രായം ഈ സമ്മർദ്ദത്തിന് പറയുന്നതിന് പകരം അല്ലാതെയും പറഞ്ഞിട്ടുള്ള നേതാക്കന്മാർ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്, പുറത്ത് പറഞ്ഞവരുമുണ്ട്. പക്ഷെ സാധാരണക്കാരുണ്ട്. ഇതൊക്കെ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാർക്കോ അവരുടെ ചുമതലയിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥകളാണ്. പക്ഷേ പാർട്ടിയിൽ നിന്ന് ദുരവസ്ഥകൾ നേരിടുന്ന ആളുകൾ നിരവധി സമൂഹത്തിൽ ആ തരത്തിൽ അവരുടെ കെടുതികൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കും. ഉദാഹരണത്തിന് ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു ടീച്ചർ, ഞാൻ പേര് പറയുന്നത് ശരിയല്ല കാരണം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്, അവർ പരാതി കൊടുത്തു, അവർ പാർട്ടിക്ക് പരാതി കൊടുത്തു, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ പരാതി പറയേണ്ട സാഹചര്യമുണ്ടായി, പൊതുസമൂഹം ഇടപെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അവരുടെ തലശ്ശേരി മാഹി ഭാഗത്ത് അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഒരു ദിവസം 2 ദിവസമല്ല, 20 വർഷത്തിലേറെ കാലം അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലേക്ക് ഇറങ്ങി പോകാൻ കഴിയാതെ നമ്മൾ ഹൗസ് അറസ്റ്റ് എന്നൊക്കെ പറയുന്നു. ഈ ഹൗസ് അറസ്റ്റ് സംവിധാനത്തിലൊക്കെ എത്ര ദിവസം പോകാൻ കഴിയും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ? പക്ഷെ ഒരു പാർട്ടിയെ പേടിച്ച്, പാർട്ടിയുടെ തിട്ടൂരത്തെ പേടിച്ച് പുറത്തു പോകാൻ കഴിയാത്ത ആളുകൾ അവർ ആ മാനസിക പിരിമുറുക്കത്തിൽ തന്നെ ജീവിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വനിതാ മെമ്പർ രാജിവെക്കുന്ന മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നു, ഏത് തരത്തിലുണ്ടാകുന്നു? അപ്പോൾ എത്രത്തോളം പീഡനം മാനസികമായി ഏറ്റതിൻ്റെ പേരിലാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? ഒരു പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, അത് ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, അത് ബ്രാഞ്ചിലാണോ, ജില്ലയിലാണോ, സംസ്ഥാനത്താണോ എന്നുള്ളതല്ല, ഏത് ഘടകത്തിൽ പ്രവർത്തിച്ചാലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അധികാരത്തിൻ്റെതായ ഒരു സമ്മർദ്ദമുണ്ട്. ആ അധികാരത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്നാണ് നവീൻ ബാബു മരണപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് പോയത്. ഏത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരുന്ന ആളാണ് അദ്ദേഹം എന്നുള്ളത് ആലോചിക്കണ്ടേ? ഒരു ജില്ലയുടെ മുഴുവൻ ഭരണപരമായിട്ടുള്ള സ്ഥാനം കൈയാളിയിരുന്ന ADM-ൻ്റെ ചുമതലയിലിരുന്ന ഒരാൾക്ക് അവിടെ തന്നെ നേരിടേണ്ടി വന്ന ഒരു സമ്മർദ്ദത്തിൽ സ്വയം ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ കേരളം എത്രയോ ചർച്ച ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഏൽപ്പിക്കുന്നതിനോ അതിൽ അങ്ങനെ ഏൽക്കുന്നയാൾക്ക് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് തിരിഞ്ഞു പോലും നോക്കാതെ അതിനെ ചവിട്ടി മെതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഗുണകരമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ആ പാർട്ടി. പക്ഷേ അവരുടെ ചരിത്രം, ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പൊതുചരിത്രം പരിശോധിച്ചാൽ ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ, രാജ്യത്തെ ഏത് സംസ്ഥാനമെടുത്താലും, ഇപ്പോൾ ബംഗാൾ എടുത്താലും ത്രിപുര എടുത്താലും ഒക്കെ അവിടുത്തെ ജനങ്ങൾ പലപ്പോഴായി ഈ തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും
അപ്പോൾ അടിച്ചമർത്തലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ആശയമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതേ സംവിധാനത്തിൽ നിന്നുള്ള അടിച്ചമർത്തലുകൾ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത പേടിച്ചിരിക്കേണ്ട ഒരു സംവിധാനം, ഒരു ഏകാധിപത്യത്തിൻ്റെ പ്രവണതയിലേക്ക് പോകുന്ന സംവിധാനം, ഇത് ലോകത്തിലേക്ക് നോക്കിക്കോളൂ. അത് റഷ്യയിലേക്ക് നോക്കിയാലും ഒരു ഘട്ടത്തിൽ, ചൈനയിലാണെങ്കിലും ഇനി മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ വലിയ തരത്തിൽ അടിച്ചമർത്തലുകൾ നേരിടപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾ അവരുടെ തിട്ടൂരത്തിന് വിധേയമായി മരണപ്പെടുന്ന, അക്രമങ്ങൾക്ക് വിധേയമാകുന്ന, അടിച്ചമർത്തപ്പെടുന്ന എത്രയോ ആളുകൾ തിരിച്ചൊന്നും പറയാൻ പോലും കഴിയാതെ, പ്രതികരിക്കാൻ കഴിയാതെ, എഴുന്നേറ്റ് നിന്ന് അവർക്കെതിരെ ഒരു ശബ്ദം ഉയർത്താൻ കഴിയാതെ പോകുന്ന ആ തരത്തിലുള്ള ആളുകൾ അത് കേരളത്തിലും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉള്ളത് കൊണ്ടാണല്ലോ അഭിപ്രായ വ്യത്യാസം പറയാൻ പേടിക്കുന്നത്. ഒരു കമ്മിറ്റിയിൽ എണീറ്റ് നിന്ന് ഒരു സ്ഥലത്ത് അങ്ങനെ എണീറ്റ് നിന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് TPയുടെ ഉദാഹരണം മാത്രം നോക്കിയാൽ പോരെ. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ തെറ്റായൊരു നയത്തെ എതിർത്തു എന്നുള്ളതിന്റെ പേരിൽ ഹാരിസ് ഡോക്ടറുടെ കേസിലും അത് തന്നെയാണ്. അദ്ദേഹം ആ പാർട്ടിയല്ല എതിർത്തത്, ആ ഒരു സിസ്റ്റത്തെയാണ് എടുത്തത്. തൻ്റെ മകനോ പ്രായമുള്ള ഒരാളെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാതെ വരുന്ന മാനസിക വ്യത കൊണ്ട് അദ്ദേഹം പറഞ്ഞാണ്. അദ്ദേഹത്തിന് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ഉണ്ടായിരുന്നു. പൊതുജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവരെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട ആ വ്യക്തിയെ ഇത്രയും ക്രൂശിക്കണമെങ്കിൽ, മോഷണ കുറ്റം വരെ ആരോപിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം അപജയമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അവിടെ രണ്ട് തരത്തിലാണ് ഇത് കാണേണ്ടത്. ഒന്ന്, ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് TPക്കെതിരെ നേരിട്ടത് എന്താണ്? TP ഒരു പാർട്ടിയുടെ ഒരു സിസ്റ്റത്തിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അത് പക്ഷേ ഒരു പാർട്ടിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന, പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരോധമാണ് എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ ആശയത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴുള്ള ഒരു രാഷ്ട്രീയ വിരോധമാണ് എന്ന് വിചാരിക്കാം. ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ അതല്ലല്ലോ. അദ്ദേഹം ഒരു പാർട്ടിക്കെതിരെയല്ല പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു സർക്കാർ സംവിധാനത്തിന്റെ സിസ്റ്റം പ്രവർത്തിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. അതായത് ഒരു സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാരന് ചികിത്സ ലഭിക്കേണ്ട ഒരു സംവിധാനത്തിൽ അതിന് വേണ്ടത്ര സാമഗ്രികൾ അവിടെ ഇല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതെങ്ങനെയാണ് ഒരു പാർട്ടിക്കെതിരാകുന്നത്? അതെങ്ങനെയാണ് ഒരു മുന്നണിക്കെതിരാകുന്നത്? അതൊരു അതുകൊണ്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഭരണം നടത്തുമ്പോൾ, ഇടതുപക്ഷ പാർട്ടികൾ ഭരണം നടത്തുമ്പോൾ അവിടുത്തെ ഒരു വകുപ്പിലുണ്ടാകുന്ന തെറ്റായ നയത്തെ അല്ലെങ്കിൽ തെറ്റായൊരു പ്രവണതയെ ഒരു പൗരന് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് വന്നാൽ അത് എന്ത് തരം ജനാധിപത്യമാണ്? അത് ജനാധിപത്യമല്ല എന്ന് മാത്രമല്ല, ഏകാധിപത്യത്തിന്റെ ശക്തമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല, ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ തെറ്റായ നയങ്ങളെ വിമർശിക്കാൻ പാടില്ല, ഇല്ലായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല, അസൗകര്യങ്ങൾ ആരും ഉയർത്താൻ പാടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമത്വ സുന്ദര സംസ്ഥാനത്താണ് താമസിക്കുന്നത്, നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ സ്വയം അംഗീകരിച്ച് അതിനുള്ള പ്രചരണം കൊടുക്കണം. അത് സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമാണ്. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വരണ്ടേ. അതിന് സർക്കാർ പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്. ഒരു കുഴപ്പമുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ വിമർശിച്ച് ഇല്ലാതെയാക്കുക എന്നുള്ളതാണോ, അതോ ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമോ എന്നുള്ളതല്ലേ? ഉദാഹരണത്തിന് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഡോക്ടർ ഹാരിസ് ഉയർത്തിയത് അവിടെ സർജറി നടത്താനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. അതിൽ എത്രയോ കള്ളത്തരങ്ങൾ നമ്മൾ കേട്ടു, എത്രയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമഗ്രികൾ അത് ഞങ്ങൾ മേടിച്ചിട്ട് ബോക്സിൽ വെച്ചിട്ടുണ്ട്, ബോക്സിന്റെ പുറത്തൊട്ടിച്ച കവർ വേറെയാണ്, അകത്തിരിക്കുന്ന വസ്തു വേറെയാണ്, മെഷീൻ വേറെയാണ്. എത്രയോ കള്ളത്തരങ്ങൾ അതേ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ പ്രിൻസിപ്പളിനും അതേ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഡയറക്ടർക്കൊക്കെ വന്ന് പറയേണ്ടി വന്നു. അപ്പോൾ സമൂഹത്തിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച്, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച്, ഇല്ലാത്ത സൗകര്യങ്ങളെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അസൗകര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പ്രചരണം നടത്തുക എന്നുള്ളതാണ്. അതായിക്കോട്ടെ, അത് രാഷ്ട്രീയപരമായി പ്രചരണം നടത്താൻ തെറ്റില്ല. പക്ഷെ അതൊരു മാനസിക പീഡനത്തിലേക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ അവസാനിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതൊരു സമൂഹത്തിലേക്ക് പടരാൻ പോകുന്ന ഒരു കെടുതിയുടെ സൂചന കൂടിയാണ്. ഉദാഹരണത്തിന്, അങ്ങനെ ഭീഷണിക്ക് വിധേയരായി പുറത്തിറങ്ങാൻ കഴിയാത്ത, ഭീഷണിക്ക് വിധേയരായി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന, ഭീഷണിക്ക് വിധേയരായി ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന, ഭീഷണിക്ക് വിധേയരായി സത്യം പുറത്തു പറയാൻ കഴിയാത്ത ഒരു സമൂഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്ത് ഫാസിസത്തിലേക്ക്, നമ്മൾ ഫാസിസ്റ്റ് സംവിധാനത്തിലേക്കാണ് പോവുക. ഫാസിസം എന്ന് പറയുന്നതിൻ്റെ തുടക്കം ഇവിടെയാണ്. അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യമില്ലാതെയാവുക,
അങ്ങനെ തുറന്നു പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക, ഇല്ലാതെയാക്കുക, രാഷ്ട്രീയപരമായി ഇല്ലാതെയാക്കുക, സാമൂഹികപരമായി ഇല്ലാതെയാക്കുക, അവർക്കെതിരെ നടപടികൾ ഉണ്ടാവുക. ഇത് ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരു ഡോക്ടർക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ, ആതുര സേവനം നടത്തുന്ന ഒരു ഡോക്ടർക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാർക്ക് എന്തായിരിക്കും സാഹചര്യം? യെസ്.